Hi dear students, welcome to my English class. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കറിയാം നമ്മുടെ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ആകെ 5 യൂണിറ്റുകളിലായിട്ട് 16 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ 16 ചാപ്റ്ററുകളുടെയും വളരെ ഷോർട്ട് ആയിട്ടുള്ള സമ്മറിയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഒന്നാം യൂണിറ്റിലെ ഒന്നാം ചാപ്റ്ററായ ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന പ്രസംഗത്തിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ. ഇറ്റ്സ് എ സ്പീച്ച് ബൈ ക്രിസ്റ്റ്യൻ ലഗാർഡ്. ഇത് ക്രിസ്റ്റ്യൻ ലഗാർഡിൻ്റെ പ്രസംഗമാണ്. ക്രിസ്റ്റ്യൻ ലഗാർഡ് ഈസ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ഹെഡ് ഓഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF. IMFൻ്റെ തലവനാകുന്ന ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ്. ഇൻ ദിസ് സ്പീച്ച് ഷീ സ്പീക്സ് ഓൺ വിമൻ എംപവർമെൻറ്റ്. ഈ ഒരു പ്രസംഗത്തിലൂടെ അവർ സംസാരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ്. അതായത് ദ തീം ഓഫ് ദിസ് സ്പീച്ച് ഈസ് വിമൻ എംപവർമെൻറ്റ്. ഈ ഒരു പ്രസംഗത്തിൻ്റെ ആശയം സ്ത്രീ ശാക്തീകരണമാണ്. ക്രിസ്റ്റ്യൻ ലഗാർഡ് സേയ്സ് വിമൻ ഫേസ് എ ലോട്ട് ഓഫ് ചലഞ്ചസ് ഇൻ ദിസ് വേൾഡ്. ഈ ഒരു ലോകത്ത് സ്ത്രീകൾ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്ന് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറയുന്നു. ഷീ സേയ്സ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് എ കൺട്രി ഈസ് വെരി ലോ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ്. ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അതിനുള്ള കാരണം സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഷീ സജസ്റ്റ് ആസ് എ സൊല്യൂഷൻ ടു ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ. ഇന്ന് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ക്രിസ്റ്റ്യൻ ലഗാർഡ് ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കുന്നുണ്ട്, ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. അതാണ് ദ 3 L's, 3 എല്ലുകൾ. ദ 3 L's ഓഫ് വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ. ദ 3 L's ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേണിംഗ് പഠനം, ലേബർ ജോലി തൊഴിൽ, ലീഡർഷിപ്പ് നേതൃത്വം എന്നിവയാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് നിർദ്ദേശിക്കുന്ന 3 എല്ലുകൾ. അതായത് ഇന്നത്തെ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും അതുപോലെ തന്നെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ക്രിസ്റ്റ്യൻ ലഗാർഡ് മുന്നോട്ട് വെക്കുന്ന ഒരു ഫോർമുലയാണ് ദ 3 L's, ദ 3 L's ഓഫ് വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ: ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. പഠനം, ജോലി, നേതൃത്വം. ഫസ്റ്റ് എൽ ഓഫ് വിമൻ എംപവർമെൻറ്റ് ഈസ് ലേണിംഗ്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഒന്നാമത്തെ എല്ലാണ് ലേണിംഗ്, പഠനം. ലേണിംഗ് മീൻസ് എഡ്യൂക്കേഷൻ. ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസമാണ്, പഠനമാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി ചേഞ്ച്. ഏതൊരു മാറ്റത്തിൻ്റെയും അടിത്തറയാണ് വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ദാറ്റ് വി ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ഈ ഒരു ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റാവുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ആയുധമാണ് വിദ്യാഭ്യാസം. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ബ്രേക്ക് ദ ചെയിൻസ് വിത്ത് വിച്ച് ദേ ആർ ബൗണ്ട്. സ്ത്രീകളെ ബന്ധിച്ചിരിക്കുന്ന ചെങ്ങലകളെ തകർക്കാൻ പഠനം അവരെ സഹായിക്കുന്നു. വിമൻ ക്യാൻ ബി എംപവേർഡ് വെൻ ദേ ആർ എഡ്യൂക്കേറ്റഡ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ അവർക്ക് സ്വയം ശാക്തീകരിക്കാം. ക്രിസ്റ്റ്യൻ ലഗാർഡ് റിമൈൻഡ്സ് അസ് ദ ആഫ്രിക്കൻ അഡേജ് റിലേറ്റഡ് ടു വിമൻ എഡ്യൂക്കേഷൻ. സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ല് ക്രിസ്റ്റ്യൻ ലഗാർഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ്, if you educate a boy, you train a man. If you educate a girl, you train a village. നിങ്ങൾ ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പുരുഷനെ പരിശീലിപ്പിച്ച പോലെയാണ്. അതേസമയം തന്നെ നിങ്ങളൊരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ, അതായത് ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരു ഗ്രാമത്തെ പരിശീലിപ്പിച്ചതുപോലെയാണ്. This proverb shows the importance of giving education for girls. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് ഈ ഒരു പഴഞ്ചൊല്ല് കാണിക്കുന്നത്. സോ ലേണിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൽ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് വിമൻ എംപവർമെൻറ്റ് ഈസ് ലേബർ. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ലേബർ. ലേബർ മീൻസ് തൊഴിൽ, ജോലി. ലേബർ ഹെൽപ്സ് വിമൻ ടു ഐഡൻറ്റിഫൈ ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. സ്ത്രീകളുടെ യഥാർത്ഥ കഴിവുകളെ തിരിച്ചറിയാൻ തൊഴിൽ അവരെ സഹായിക്കുന്നു. എ വുമൺ വിതൗട്ട് എനി ഇൻകം ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ ഹെർ ഫാദർ, ഹസ്ബൻഡ് ഓർ സൺ ഫോർ ഹെർ നീഡ്സ്. ഒരു വരുമാനവുമില്ലാത്ത ഒരു സ്ത്രീക്ക് അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവളുടെ പിതാവിനെയോ ഭർത്താവിനെയോ മകനെയോ ആശ്രയിക്കേണ്ടി വരുന്നു. ലേബർ ഹെൽപ്സ് വിമൻ ടു ഏൺ മണി ആൻഡ് ഷീ ക്യാൻ ബിക്കം ഇൻഡിപെൻഡൻറ്റ്. ജോലി സ്ത്രീകളെ പണം സമ്പാദിക്കാൻ അവരെ സഹായിക്കുന്നു. അതുപോലെ തന്നെ അവൾക്ക് സ്വതന്ത്രരാകാനും സാധിക്കും.
ലേബർ ഗീവ്സ് ഹെർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. തൊഴിൽ അവൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നു. എ ജോബ് ഈസ് മസ്റ്റ് ഫോർ വിമൻ. സ്ത്രീകൾക്ക് ഒരു ജോലി നിർബന്ധമാണ്. ഷീ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ നാഷൻ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് അവൾക്ക് സംഭാവന ചെയ്യാൻ സാധിക്കും. ഇറ്റ് വിൽ എംപവർ ദ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എ നാഷൻ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയെ അത് ശാക്തീകരിക്കും. Then Christine Lagarde also points out the difficulties faced by women in the workplace. ജോലി സ്ഥലത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും ക്രിസ്റ്റ്യൻ ലഗാർഡ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. Today, women face many challenges in the workplace. ഇന്ന് ജോലി സ്ഥലത്ത് സ്ത്രീകൾ ധാരാളം പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. Those are low payment, low security, low status, etc. കുറഞ്ഞ വേതനം, കുറഞ്ഞ സുരക്ഷ, അതുപോലെ തന്നെ താഴ്ന്ന സ്റ്റാറ്റസ് എന്നിവയാണിവ. Our basic norm related to women's job should be equal pay for equal work. സ്ത്രീകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള മുദ്രാവാക്യം തുല്യ ജോലിക്ക് തുല്യവേതനം എന്നായിരിക്കണം. We should eliminate gender discrimination in economic participation. സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ ലിംഗവിവേചനം നാം ഇല്ലാതാക്കണം. We should promote more opportunity for women. സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങളെ നാം പ്രോത്സാഹിപ്പിക്കണം. Equal payment and high security should be ensured in the workplace. ജോലിസ്ഥലത്ത് തുല്യവേതനവും ഉയർന്ന സുരക്ഷയും ഉറപ്പാക്കണം. Learning and labor are the key factors in the process of women empowerment. സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പഠനവും ജോലിയും. ലേണിംഗ് ആൻഡ് ലേബർ. Then leadership is the third L of women empowerment. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള മൂന്നാമത്തെ L ആണ് ലീഡർഷിപ്പ്, നേതൃത്വം. ലീഡർഷിപ്പ് മേക്സ് വിമൻ മോർ പവർഫുൾ. നേതൃത്വം സ്ത്രീകളെ കൂടുതൽ ശക്തരാക്കുന്നു. വിച്ച് മീൻസ് ലീഡർഷിപ്പ് എംപവേഴ്സ് വിമൻ. നേതൃത്വം സ്ത്രീകളെ ശാക്തീകരിക്കുന്നു. ലീഡർഷിപ്പ് ഹെൽപ്സ് വിമൻ ടു യൂസ് ദെയർ സ്കിൽസ് ആൻഡ് ടാലൻസ്. സ്ത്രീകളുടെ കഴിവുകളെ പുറത്തെടുക്കാനും അത് ഉപയോഗിക്കാനും ലീഡർഷിപ്പ് നേതൃത്വം അവരെ സഹായിക്കുന്നു. വിമൻ ടേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ്, കമ്പാഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ശരിയായ ധാരണ, അനുകമ്പ, സുസ്ഥിരത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. വിമൻ ഷുഡ് ബി റെഡി ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. സ്ത്രീകൾ അവരുടെ കംഫർട്ട് സോണുകളായിട്ടുള്ള വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറായിട്ടുണ്ടായിരിക്കണം. ഇറ്റ് വിൽ മേക്ക് എ ഡിഫറൻസ്. തീർച്ചയായിട്ടും ഇത് വലിയൊരു മാറ്റം ഉണ്ടാക്കും. വിമൻ എംപവർമെൻറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ വിമൻ, ഇറ്റ് ഈസ് ഫോർ ദ ഹോൾ സൊസൈറ്റി. സ്ത്രീ ശാക്തീകരണം ഒരിക്കലും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സമൂഹത്തിനാകെയുള്ളതാണ് സ്ത്രീ ശാക്തീകരണം. അതായത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും സമൂഹത്തിനാകെ ലഭിക്കുന്നതാണ്. വിച്ച് മീൻസ് ദ എൻറ്റയർ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ നേട്ടങ്ങൾ തീർച്ചയായിട്ടും ലോകത്തിനാകെ ലഭിക്കും. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന സ്പീച്ചിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് 1ാം യൂണിറ്റിലെ 2ാം ചാപ്റ്ററായ എനി വുമൺ എന്ന കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. എനി വുമൺ, ഏതൊരു സ്ത്രീയും. എനി വുമൺ ഈസ് എ പോം റിട്ടൺ ബൈ കാതറിൻ ടൈനാൻ. കാതറിൻ ടൈനാൻ എഴുതിയ ഒരു കവിതയാണ് എനി വുമൺ. ദ തീം ഓഫ് ദിസ് പോം ഈസ് വാല്യൂ ഓഫ് എ മദർ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ ഇൻ എ ഹൗസ്. ഈ ഒരു കവിതയുടെ ആശയമായി വരുന്നത് ഒരു അമ്മയുടെ മൂല്യമാണ്, അതല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു സ്ത്രീയുടെ പ്രാധാന്യമാണ്. ദ പോയറ്റ് സേയ്സ്, മദർ ഈസ് ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്, കീസ്റ്റോൺ ഓഫ് ദ ആർച്ച്, ഫയർ അപ്പോൺ ദ ഹാർട്ട്, ലൈറ്റ് ഓഫ് ദ സൺ, ഹീറ്റ് ഓഫ് ദ എർത്ത്, ലൈറ്റ് ഓഫ് ലവ്, ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ, നോട്ട് ഓഫ് ലവ്, ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്, വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, ഡോർ അഗെയിൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ. ഈ ഒരു കവിതയിലൂടെ കവി അമ്മയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അമ്മ വീടിൻ്റെ തൂണുകളാണ്. ദെൻ കമാനത്തിൻ്റെ ആണിക്കല്ലാണ്, അടുപ്പിലെ തീയാണ്, സൂര്യൻ്റെ പ്രകാശമാണ്, ഭൂമിയുടെ ചൂടാണ്, സ്നേഹത്തിൻ്റെ പ്രകാശമാണ്, എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു പിടുത്തമാണ്. ദെൻ സ്നേഹത്തിൻ്റെ ഒരു പിടുത്തമാണ്. ഒരു വീടിൻ്റെ തറ മുതൽ മേൽക്കൂര വരെയാണ്. എല്ലാ അപകടങ്ങൾക്കും എതിരായി നിൽക്കുന്ന മതിലാണ്. കാറ്റിനും മഞ്ഞിനും എതിരായി നിൽക്കുന്ന വാതിലാണ്. തുടങ്ങിയ അനവധി മെറ്റഫറുകളാണ് ഒരു അമ്മയെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ട് കവി ഉപയോഗിച്ചിട്ടുള്ളത്. ഇവയെല്ലാം ഫിഗർ ഓഫ് സ്പീച്ചുകളിൽപ്പെട്ട മെറ്റഫറാണ്.
മദർ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ ഹൗസ്. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമ്മ. വിതൗട്ട് മദർ ദ ഫാമിലി വിൽ ലൂസ് ഇറ്റ്സ് യൂണിറ്റി. ഒരു വീട്ടിൽ അമ്മയില്ല എങ്കിൽ ആ ഒരു വീടിൻ്റെ ഐക്യം നഷ്ടപ്പെടും. വിതൗട്ട് എ വുമൺ എ ഫാമിലി ഡസൻ ഹാവ് എക്സിസ്റ്റൻസ്. സ്ത്രീ ഇല്ലാതെ ഒരു കുടുംബത്തിന് നിലനിൽപ്പില്ല. മദർ മേക്സ് ദ ഹൗസ് അലൈവ്. ഒരു വീടിനെ ജീവസുറ്റതാക്കുന്നത് അമ്മയാണ്. ദർ ഈസ് നോ ഹാപ്പി ഫാമിലി വിതൗട്ട് മദർ. അമ്മയില്ലാതെ ഒരു സന്തോഷമുള്ള കുടുംബമുണ്ടാകില്ല. ഷീ പ്രൊവൈഡ്സ് പ്യുവർ ലവ് ഫോർ ചിൽഡ്രൻ ആൻഡ് മേക്ക് ദം ഗുഡ് ചിൽഡ്രൻ. അവർ കുട്ടികൾക്ക് പരിശുദ്ധമായ സ്നേഹം നൽകുകയും അവരെ നല്ല കുട്ടികളാക്കുകയും ചെയ്യുന്നു. എ വുമൺ ഈസ് എൻ ഓൾറൗണ്ടർ ഇൻ എ ഫാമിലി. ഒരു കുടുംബത്തിലെ ഓൾറൗണ്ടറാണ് ഒരു സ്ത്രീ. അതായത് ഹെർ കെയർഫുൾ ടച്ച് റീച്ചസ് എവറിവെയർ ആൻഡ് എവറിത്തിങ് ഇൻ എ ഹൗസ്. അവളുടെ ശ്രദ്ധാപൂർവമായ സ്പർശനം എല്ലായിടത്തും ഒരു വീട്ടിലെ എല്ലാത്തിനും എത്തുന്നു. മദർ ഡസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ എ ഹൗസ്. ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമ്മയാണ്. ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ഹൗസ് ആർ കണക്റ്റഡ് വിത്ത് മദർ. ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഷീ പ്രൊട്ടക്ട്സ് ഹെർ ചിൽഡ്രൻ ഫ്രം ഓൾ പ്രോബ്ലംസ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവൾ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നു. ഇൻ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പോം ദ മദർ പ്രേസ് ടു ദ ഗോഡ് നോട്ട് ടു ടേക്ക് ഹർ ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഈ ഒരു കവിതയുടെ അവസാന ഭാഗത്ത് കുട്ടികൾ വളരുന്നതുവരെ എന്നെ നീ മരിപ്പിക്കരുത് എന്ന് അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇറ്റ് ഷോസ് ദ അറ്റ്മോസ്റ്റ് ലവ് ഓഫ് എ മദർ ടുവാർഡ്സ് ഹെർ ചിൽഡ്രൻ. ഇത് കാണിക്കുന്നത് ഒരു അമ്മയുടെ മക്കളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ്. ദ പോം ഡിസ്ക്രൈബ്സ് ദ അൺകണ്ടീഷണൽ ലവ് ഓഫ് എ മദർ. ഒരു അമ്മയുടെ ഉപാധികളില്ലാത്ത സ്നേഹത്തെയാണ് കവിത വിവരിക്കുന്നത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് എനി വുമൺ എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് 1-ാം യൂണിറ്റിലെ 3-ാം ചാപ്റ്ററായ മാച്ച് ബോക്സ് എന്ന കഥയുടെ സമ്മറി മനസ്സിലാക്കാം. മാച്ച് ബോക്സ്, തീപ്പെട്ടി. മാച്ച് ബോക്സ് ഇസ് എ സ്റ്റോറി റിട്ടൺ ബൈ അശപൂർണ ദേബി. അശപൂർണ ദേബി എഴുതിയിട്ടുള്ള ഒരു കഥയാണ് മാച്ച് ബോക്സ്. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി അശപൂർണ ദേബി കമ്പയേഴ്സ് വിമൻ ടു മാച്ച് ബോക്സസ്. ഈ ഒരു കഥയുടെ തുടക്കത്തിൽ തന്നെ എഴുത്തുകാരി സ്ത്രീകളെ തീപ്പെട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, താരതമ്യം ചെയ്യുകയാണ്. Because even though the matchboxes have the power to burn everything, they are not making problems. തീപ്പെട്ടികൾക്ക് എന്തിനേയും കത്തിക്കാനുള്ള കരുത്തുണ്ട് എങ്കിലും അവ സ്വയം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. We can see them everywhere in the house, calm and innocent without making any problem. ഒരു പ്രശ്നവുമില്ലാതെ ശാന്തരും വളരെ നിഷ്കളങ്കരുമായിട്ട് തീപ്പെട്ടികളെ നമുക്ക് വീട്ടിൽ എല്ലായിടത്തും കാണാം. The writer says women are like matchboxes. എഴുത്തുകാരി പറയുകയാണ് സ്ത്രീകൾ തീപ്പെട്ടികളെ പോലെയാണ്. ടു പ്രൂവ് ഹെർ വേർഡ്സ് ഷീ ടെൽസ് എ സ്റ്റോറി. ഈ ഒരു കാര്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു കഥ പറയുകയാണ്. അതായത് സ്ത്രീകൾ തീപ്പെട്ടികളെ പോലെയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അശപൂർണ ദേബി ഒരു കഥ പറയുകയാണ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ മാരീഡ് കപ്പിൾ, അജിത് ആൻഡ് നോമിത. വിവാഹിതരായ ദമ്പതികളായ അജിത്തിൻ്റെയും നോമിതയുടെയും കഥയാണിത്. ദ സ്റ്റോറി ഹാപ്പൻസ് അറ്റ് അജിത്ത്സ് ഹൗസ്. അജിത്തിൻ്റെ വീട്ടിലാണ് കഥ സംഭവിക്കുന്നത്. നോമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നോമിത. നോമിത ഈസ് എ സ്ട്രോങ് മൈൻഡഡ് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് വുമൺ. ദൃഢമായ ചിന്താഗതിയും സ്ട്രേറ്റ് ഫോർവേഡായിട്ടുമുള്ള ഒരു സ്ത്രീയാണ് നോമിത. ഷീ വാണ്ട്സ് ഹെർ പ്രൈവസി ആൻഡ് റൈറ്റ്സ് ടു ബി റെസ്പെക്റ്റഡ്. അവളുടെ സ്വകാര്യതയും അവകാശങ്ങളും മാനിക്കപ്പെടണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. And Nomita is ready to protest against gender discrimination within the 4 walls of her room. ലിംഗവിവേചനത്തിനെതിരെ തൻ്റെ മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ വെച്ചിട്ടെങ്കിലും അതിനെതിരെ പ്രതിഷേധിക്കാൻ നോമിത ശ്രമിക്കുന്നുണ്ട്. നോമിത കംസ് ഫ്രം എ പുവർ ഫാമിലി. ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് നോമിത വരുന്നത്. ബട്ട് ഷീ ഗെറ്റ്സ് മാരീഡ് ഇൻ ടു എ റിച്ച് ഫാമിലി ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഹെർ ലുക്സ്. അവളുടെ ഭംഗിയുടെ കരുത്തിൽ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്കാണ് നോമിതയെ വിവാഹം കഴിക്കുന്നത്. വിച്ച് മീൻസ് നോമിത ഈസ് വെരി ബ്യൂട്ടിഫുൾ. നോമിത വളരെ ഭംഗിയുള്ളവളാണ്. നോമിതാസ് മദർ ഈസ് എ പുവർ വിഡോ വിതൗട്ട് എ സൺ ടു ലുക്ക് ആഫ്റ്റർ ഹെർ. നോമിതയുടെ അമ്മ പാവപ്പെട്ട ഒരു വിധവയാണ്, അവളെ നോക്കാൻ ഒരു മകനുമില്ല. ഷി ഫൗണ്ട് അജിത് എ റിച്ച് മാൻ ടു ഹെർ ഡോട്ടർ. അങ്ങനെ അവളുടെ മകൾക്ക് വേണ്ടി അജിത് എന്ന ഒരു പണക്കാരനെയാണ് നോമിതയുടെ അമ്മ നോമിതയ്ക്ക് വേണ്ടി കണ്ടെത്തുന്നത്.
Nomida's mother thinks that Nomida is like a queen in her husband's house. നോമിത തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു രാജ്ഞിയെ പോലെയാണ് ജീവിക്കുന്നത് എന്നാണ് നോമിതയുടെ അമ്മ കരുതുന്നത്. ഷീ തിങ്സ് ഹെർ സൺ ഇൻ ലോ അജിത് ഈസ് ഹൈ മൈൻഡഡ് ആൻഡ് ലാർജ് ഹാർട്ടഡ് മാൻ. നോമിതയുടെ അമ്മ വിചാരിക്കുന്നത് അവളുടെ മരുമകനായിട്ടുള്ള അജിത് വളരെ നല്ല മനസ്സിനുടമയും വിശാല മനസ്സിനുടമയാണ് എന്നാണ് നോമിതയുടെ അമ്മ അജിത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. സോ നോമിതാസ് മദർ ഫ്രീക്വൻ്റ്ലി റൈറ്റ്സ് ടു നോമിത അബൌട്ട് ഹെർ ട്രബിൾസ് ആൻഡ് ഹാർഡ്ഷിപ്സ് ആൻഡ് റിക്വസ്റ്റിംഗ് ഹെർ ഫോർ മണി. മരുമകനായ അജിത് വളരെ വിശാല ഹൃദയനാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നോമിതയുടെ അമ്മ പലപ്പോഴും നോമിതയ്ക്ക് അവളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളെയും കുറിച്ച് എഴുതുകയും അവളോട് പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നോമിത ഡസൻ ലൈക്ക് ഹെർ മദേഴ്സ് കോൺസ്റ്റൻറ്റ് ബെഗിങ് ഫോർ മണി. പണത്തിനു വേണ്ടി നോമിതയുടെ അമ്മ നിരന്തരമായിട്ട് കത്തുകൾ എഴുതുന്നത് നോമിതയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. ഷീ തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ഫോർ ഹെർ. പണം ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മ നിരന്തരമായിട്ട് കത്തുകൾ എഴുതുന്നത് അവൾക്ക് അപമാനമാണ് എന്നാണ് നോമിത ചിന്തിക്കുന്നത്. ബട്ട് നോമിത തിങ്സ് അബൌട്ട് സെൻഡിങ് സം മണി ടു ഹെർ മദർ സീക്രട്ട്ലി. അമ്മയ്ക്ക് വേണ്ടി രഹസ്യമായി പണം അയക്കുന്നതിനെക്കുറിച്ച് നോമിത ചിന്തിക്കുന്നുമുണ്ട്. ഇറ്റ് ഷോസ് ഹെർ ലവ് ടുവാർഡ്സ് ഹെർ മദർ. ഇത് കാണിക്കുന്നത് നോമിതയ്ക്ക് നോമിതയുടെ അമ്മയോടുള്ള സ്നേഹത്തെയാണ്. നോമിതാസ് ഹസ്ബൻഡ് അജിത് ഹാഡ് എ ബാഡ് ഹാബിറ്റ് ദാറ്റ് ഓഫ് റീഡിംഗ് നോമിതാസ് ലെറ്റേഴ്സ് വിത്തൗട്ട് ഹെർ പെർമിഷൻ. നോമിതയുടെ ഭർത്താവായ അജിത്തിന് നോമിതയ്ക്ക് വരുന്ന കത്തുകൾ അവളുടെ സമ്മതമില്ലാതെ തുറന്നു വായിക്കുക എന്ന ഒരു ദുശീലം ഉണ്ടായിരുന്നു. അതായത് വെനെവർ ദർ ഇസ് എ ലെറ്റർ വിത്ത് നോമിതാസ് നെയിം ഓൺ ദ ലെറ്റർ കവർ അജിത് ഓപ്പൺസ് ഇറ്റ് ആൻഡ് റീഡ്സ് ഇറ്റ് ബിഫോർ ഗിവിംഗ് ടു നോമിത ആൻഡ് സംടൈംസ് ഹി ഡസൻറ്റ് ഗിവ് ദ ലെറ്റർ ടു ഹെർ. ലെറ്റർ കവറിൽ നോമിതയുടെ പേരുള്ള ഒരു കത്ത് കാണുമ്പോഴെല്ലാം നോമിതയ്ക്ക് നൽകുന്നതിന് മുമ്പായിട്ട് അജിത് ആ ഒരു കത്ത് എടുക്കുകയും വായിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും അദ്ദേഹം നോമിതയുടെ കത്തുകൾ അവൾക്ക് കൊടുക്കാറുമില്ല. ഫോർ ദിസ് റീസൺ നോമിത ഈസ് ഇൻ ആങ്കർ വിത്ത് അജിത്. അജിത്തിൻ്റെ ഈ ഒരു ദുശീലം കാരണം നോമിത അജിത്തുമായിട്ട് ദേഷ്യത്തിലാണ്. വെനെവർ നോമിത ആസ്ക് അബൌട്ട് ദ അഗ്ലി ഹാബിറ്റ് ഓഫ് അജിത് ഹി ഫൈൻഡ്സ് സില്ലി റീസൺസ്. അജിത്തിൻ്റെ ഈ ഒരു മോശം സ്വഭാവത്തിനെതിരെ നോമിത പ്രതികരിക്കുമ്പോഴെല്ലാം അജിത് യുക്തിസഹമല്ലാത്ത കാരണങ്ങൾ കണ്ടെത്തുന്നു. Her husband's attitude towards Nomida makes her further angry and mad. നോമിതയോടുള്ള അവളുടെ ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ള മനോഭാവം അവളെ കൂടുതൽ ദേഷ്യമുള്ളവളും രോഷമുള്ളവളുമാക്കുന്നു. ഷീ കോൾസ് ഹിം ലയർ ആൻഡ് വൾഗർ മാൻ. അവൾ അദ്ദേഹത്തെ നുണയൻ അതുപോലെ തന്നെ വൃത്തികെട്ട മനുഷ്യൻ എന്ന് വിളിക്കുന്നു. അറ്റ് വൺ മൊമെൻറ്റ് ഷീ ഈവൻ ട്രൈഡ് ടു ഷോ ഹിം ദ പൊട്ടൻഷ്യൽ ഓഫ് വുമൺ ബൈ ട്രൈസ് ടു ബേൺ ഹെർ സാരി ത്രട്ടനിങ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഒരു നിമിഷം നോമിത സ്ത്രീകളുടെ കഴിവ് അദ്ദേഹത്തിന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവളുടെ സാരി കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ഷീ ലീവ്സ് ഹെർ ആംഗ്രി ആൻഡ് ഗോസ് ബാക്ക് ടു നോർമൽ ലൈഫ് ആൻഡ് പ്രിറ്റൻഡ്സ് ടു ബി ഹാപ്പി ബൈ സ്മൈലിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. എന്നാൽ നോമിത അവളുടെ ദേഷ്യത്തെ ഉപേക്ഷിക്കുകയും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയും കുടുംബാംഗങ്ങളുടെ മുന്നിൽ പുഞ്ചിരിക്കുകയും സന്തോഷവതിയാണ് എന്ന് നടിക്കുകയും ചെയ്യുന്നുണ്ട്. She has her own powers, but she sacrifices her happiness for the sake of a good family life. അവൾക്ക് അവളുടേതായ ശക്തിയും കരുത്തുമുണ്ട് എങ്കിലും നല്ല ഒരു കുടുംബജീവിതത്തിനായി അവൾ അവളുടെ സന്തോഷം ത്യജിക്കുന്നു. സോ ദ റൈറ്റർ കമ്പയേഴ്സ് ഹെർ വിത്ത് ദ മാച്ച് ബോക്സ്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരി അവളെ നോമിതയെ തീപ്പെട്ടിയുമായിട്ട് താരതമ്യം ചെയ്യുന്നു. ഹിയർ ദ ഓഥർ കമ്പയേഴ്സ് വിമൻ ടു മാച്ച് ബോക്സസ്. ഈ ഒരു കഥയിൽ എഴുത്തുകാരി സ്ത്രീകളെ തീപ്പെട്ടിയുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. ബിക്കോസ് ലൈക്ക് മാച്ച് ബോക്സസ് വിമൻ ടു കണ്ടെയ്ൻ ഇനഫ് പവർ ടു ടെർമിനേറ്റ് എവറിത്തിങ് ബട്ട് ദേ സിറ്റ് അറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ് ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം ലൈക്ക് മാച്ച് ബോക്സസ്. കാരണം തീപ്പെട്ടികളെപ്പോലെ തന്നെ സ്ത്രീകൾക്കും എല്ലാത്തിനെയും അവസാനിപ്പിക്കാനും എല്ലാത്തിനെയും നശിപ്പിക്കാനുമായുള്ള ആവശ്യമായ ശക്തിയും കരുത്തുമുണ്ട്. എന്നാൽ അവർ അടുക്കളയിലും സ്റ്റോർ റൂമിലും കിടപ്പുമുറികളിലും തീപ്പെട്ടികളെപ്പോലെ തന്നെ സൗമ്യരായും നിഷ്കളങ്കരുമായിട്ടും ഇരിക്കുന്നു. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് മാച്ച് ബോക്സ് എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് 1ാം യൂണിറ്റിലെ 4ാം ചാപ്റ്ററായ ഹൊറഗല്ലു എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ഹൊറഗല്ലു ഈസ് എൻ അനക്ഡോട്ട് റിട്ടൺ ബൈ സുധാമൂർത്തി. സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഒരു അനക്ഡോട്ട്, ഒരു സംഭവ കഥയാണ് ഹൊറഗല്ലു. In this story, the author remembers her childhood days.
ഈ ഒരു കഥയിൽ എഴുത്തുകാരി അവളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. ഷീ റിമെമ്പേഴ്സ് അബൌട്ട് ഹർ വില്ലേജ്. അവൾ അവളുടെ ഗ്രാമത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. There was a large banyan tree in the middle of the village. അവളുടെ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു ആൽമരം ഉണ്ടായിരുന്നു. There was a horegallu under the banyan tree. ആ ഒരു ആൽമരത്തിൻ്റെ താഴെയായിട്ട് ഒരു ഹൊരഗല്ലു ഉണ്ടായിരുന്നു. ഹൊരഗല്ലു ഈസ് എ സ്റ്റോൺ ബെഞ്ച്. ഹൊരഗല്ലു എന്നത് ഒരു കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ബെഞ്ചാണ്. എനിവൺ കുഡ് സിറ്റ് ദെയർ ആൻഡ് റെസ്റ്റ് എ വൈൽ. ആർക്കും അവിടെ ഇരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യാം. ഹൊരഗല്ലു ഹോൾഡ് സ്പെഷ്യൽ മെമ്മറീസ് ഫോർ ദ ഓതർ. ഹൊരഗല്ലു എഴുത്തുകാരിക്ക് പ്രത്യേക ഓർമ്മകൾ നൽകുന്നുണ്ട്. ഇറ്റ് വാസ് അബൌട്ട് ഹർ ഗ്രാൻഡ് ഫാദർ. ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ മാസ്റ്റർ. ആ ഒരു ഓർമ്മകൾ അവളുടെ മുത്തച്ഛനെ കുറിച്ചായിരുന്നു. അദ്ദേഹം ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ഹർ ഗ്രാൻഡ് ഫാദർ യൂസ് ടു സിറ്റ് ദെയർ ആൻഡ് ടോക്ക് ടു ദ പീപ്പിൾ ദെയർ. അവളുടെ മുത്തച്ഛൻ അവിടെ ഇരിക്കാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാറുമുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെയർ ഫാമേഴ്സ്. അവിടെ സമയം ചെലവഴിക്കുന്ന അധികം ആളുകളും കർഷകരായിരിക്കും. ആൻഡ് ദേ മേ ബി ക്യാരിയിങ് ഹെവി ലോഡ്സ് ഓൺ ദെയർ ഹെഡ്. അവർ അവരുടെ തലയിൽ വലിയ ഭാരങ്ങൾ ചുമക്കുന്നുണ്ടായിരിക്കും. ആൻഡ് എവരി വൺ നീഡ്സ് ടു സ്റ്റോപ്പ് എ വൈൽ ടു പുട്ട് ഡൗൺ ദാറ്റ് ബേർഡൻ ആൻഡ് ടേക്ക് റെസ്റ്റ് ടു റീഫ്രഷ്. അങ്ങനെ ആ ഒരു ഭാരം ചുമന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം വിശ്രമിക്കാനും ആ ഒരു ഭാരം ഇറക്കി വെക്കാനും അവർക്ക് ആവശ്യമുണ്ട്. ദ ഹൊരഗല്ലു ഗീവ്സ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അതിനുള്ള അവസരമാണ് ഹൊരഗല്ലു അവർക്ക് നൽകുന്നത്. അതായത് അവർക്ക് അവിടെ ഇരിക്കാനും അവരുടെ ഭാരം അവിടെ ഇറക്കി വെക്കാനും വിശ്രമിക്കാനുമുള്ള അവസരമാണ് ഹൊരഗല്ലു അവർക്ക് നൽകുന്നത്. സോ ദ ഹൊരഗല്ലു വാസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ ഹൊരഗല്ലു വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ദ ടുക്ക് റെസ്റ്റ് ഓൺ ദെയർ ലോങ് ജേണി. അവരുടെ ദീർഘയാത്രയിൽ അവർ അവിടെ വിശ്രമിക്കുന്നു. ദ ഫാമേഴ്സ് പുട്ട് ഡൗൺ ദെയർ ബേർഡൻസ്, സിറ്റ് ഓൺ ദ ഹൊരഗല്ലു ആൻഡ് ചാറ്റ് വിത്ത് ദ ഗ്രാൻഡ് ഫാദർ. അങ്ങനെ അതിലൂടെ വലിയ ചുമടുമായിട്ട് സഞ്ചരിക്കുന്ന കർഷകർ അവരുടെ ചുമടുകൾ അവിടെ ഇറക്കി വയ്ക്കുകയും ഹൊരഗല്ലുവിന് സമീപത്ത് ഇരിക്കുകയും അവിടെയുള്ള ഗ്രാൻഡ് ഫാദറുമായിട്ട് അവർ സംസാരിക്കുകയും ചെയ്യുന്നു. ദേ ഷെയർ ദർ വറീസ് ടു ദി ഗ്രാൻഡ് ഫാദർ. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഗ്രാൻഡ് ഫാദറുമായിട്ട് അവർ അവരുടെ ആശങ്കകളും അവരുടെ പ്രശ്നങ്ങളും സംസാരിക്കുകയും ചെയ്യുന്നു. ഹർ ഗ്രാൻഡ് ഫാദർ ലിസൺ ടു ദം ടു റീഫ്രഷ് ദം ഫോർ ദർ ജേണി. അങ്ങനെ എഴുത്തുകാരിയുടെ ഗ്രാൻഡ് ഫാദർ മുത്തച്ഛൻ അവർ സംസാരിക്കുന്ന, അതായത് കർഷകർ സംസാരിക്കുന്ന അവരുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കുകയും അങ്ങനെ അവരുടെ യാത്രയ്ക്ക് വേണ്ടി അവരെ റീഫ്രഷ് ആക്കുകയും ചെയ്യുന്നു. അതായത് മുത്തച്ഛനുമായി സംസാരിച്ചതിന് ശേഷം കർഷകർക്ക് ഉന്മേഷം തോന്നുന്നു, ഒരു റീഫ്രഷ്മെൻറ്റ് തോന്നുന്നു. ദ ഹൊരഗല്ലു വാസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ, ആ ഒരു കർഷകരുടെ ജീവിതത്തിൽ ഹൊരഗല്ലു വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ദെൻ ലേറ്റർ ദ ഓതർ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഓതർ, അതായത് സുധാമൂർത്തി ബോംബെയിൽ ജോലി ചെയ്യുകയായിരുന്നു, വർക്ക് ചെയ്യുകയായിരുന്നു. ഷീ മീറ്റ്സ് രത്ന, എ കൊളീഗ് ഓൺ ഹെർ വർക്ക് പ്ലേസ്. ഷി വാസ് എ സീനിയർ ക്ലർക്ക്. അങ്ങനെ അവരുടെ ജോലി സ്ഥലത്ത് വെച്ച് അവരുടെ സഹപ്രവർത്തകയായിട്ടുള്ള രത്നയെ സുധാമൂർത്തി കണ്ടുമുട്ടുന്നു. ഷി വാസ് എ സീനിയർ ക്ലർക്ക്. രത്ന അവിടെ ഒരു സീനിയർ ക്ലർക്കായിരുന്നു. എവറി ഡേ ഡ്യൂറിങ് ലഞ്ച് അവർ രത്ന വുഡ് സിറ്റ് വിത്ത് ഹെർ കൊളീഗ്സ് ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. എല്ലാ ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് രത്ന അവളുടെ സഹപ്രവർത്തകരുടെ കൂടെ ഇരിക്കുകയും അവരുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഹെർ കൊളീഗ്സ് വുഡ് ഷെയർ ദെയർ ട്രബിൾസ് വിത്ത് ഹെർ. അങ്ങനെ രത്നയുടെ സഹപ്രവർത്തകർ, കൊളീഗ്സ്, അവരുടെ പ്രശ്നങ്ങൾ രത്നയുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. രത്ന ഓൺലി ലിസൺ ടു ദം വിതൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം രത്ന വളരെ ക്ഷമയോടുകൂടെ, ജഡ്ജ്മെൻ്റ് ഒന്നുമില്ലാതെ കേൾക്കുമായിരുന്നു. രത്ന റീഫ്രഷ് ഹെർ കൊളീഗ്സ് ബൈ ലിസണിങ് ടു ദെയർ ട്രബിൾസ്. അങ്ങനെ രത്ന അവളുടെ സഹപ്രവർത്തകരുടെ ബുദ്ധിമുട്ടുകൾ കേട്ടുകൊണ്ട് അവരെ റീഫ്രഷ് ആക്കുമായിരുന്നു. അതായത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേട്ടുകൊണ്ട് അവരെ റീഫ്രഷ് ആക്കുമായിരുന്നു രത്ന. ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന വെയർ ഡൂയിങ് സം ഗ്രേറ്റ് സോഷ്യൽ സർവീസ്. മുത്തച്ഛനും അതുപോലെ തന്നെ രത്നയും വലിയ സാമൂഹ്യ സേവനമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബോത്ത് ഓഫ് ദം വെയർ ഗുഡ് ലിസണേഴ്സ്. ഇവർ രണ്ടുപേരും നല്ല ശ്രോതാക്കളായിരുന്നു. അതായത് ഗ്രാൻഡ് ഫാദറും രത്നയും മറ്റുള്ള ആളുകൾ പറയുന്നത് വളരെ ക്ഷമയോടുകൂടെ കേട്ടിരിക്കുന്ന ആളുകളായിരുന്നു. ദേ ലിസൺ ടു ദ പ്രോബ്ലംസ് ഓഫ് അതേഴ്സ് പേഷ്യൻ്റ്ലി. മറ്റുള്ള ആളുകൾക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങളെല്ലാം വളരെ ക്ഷമയോടുകൂടെ ഇവർ കേട്ടിരിക്കുമായിരുന്നു. ഇറ്റ് റീഫ്രഷ്ഡ് ആൻഡ് റിലാക്സ്ഡ് ദ സ്പീക്കേഴ്സ്. ഇത് അവരോട് സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസമായിരുന്നു. ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന വെയർ ഹ്യൂമൻ ഹൊരഗല്ലൂസ്. എഴുത്തുകാരിയുടെ മുത്തച്ഛനും അതുപോലെ തന്നെ അവളുടെ സഹപ്രവർത്തകരായിട്ടുള്ള രത്നയും മനുഷ്യന്മാരായിട്ടുള്ള ഹൊരഗല്ലൂസ് ആയിരുന്നു. ബിക്കോസ്
ഹിയർ ദ ഹൊറഗല്ലു ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ഡു ദ സെയിം തിങ്. ഇവിടെ ഹൊറഗല്ലുവും അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ രത്നയും ചെയ്യുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ദേ ഹെൽപ്പ് ദ പീപ്പിൾ ടു അൺബേർഡൻ ദെയർ ബേർഡൻസ്. ആളുകളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാൻ ഇവർ സഹായിക്കുന്നു. ഹിയർ ബേർഡൻ സിംബോളിക്കലി മീൻസ് ആർ പ്രോബ്ലംസ്, വറീസ്, ആങ്സൈറ്റീസ് എറ്റ്സെട്ര. ഇവിടെ ബേർഡൻ അതായത് ഭാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ പ്രയാസങ്ങൾ എന്നിവയാണ്. ആൻഡ് വെൻ ദ ഓതർ സീസ് എ ഒറഗല്ലു ഷീ റിമെമ്പേഴ്സ് ഹെർ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഓതർ അതായത് എഴുത്തുകാരി ഹൊറഗല്ലുകൾ കാണുന്ന സമയത്ത് അവളുടെ മുത്തച്ഛനെയും അതുപോലെ തന്നെ രത്നയെയും ഓർമ്മിക്കുകയാണ്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ഹൊറഗല്ലു എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് 2ാം യൂണിറ്റിലെ 1ാം ചാപ്റ്ററായ മെൻഡിങ് വോൾ എന്ന കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. മെൻഡിങ് വോൾ, which means repairing a wall. Mending Wall is a poem written by the famous American poet Robert Frost. പ്രശസ്ത അമേരിക്കൻ കവിയായ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ കവിതയാണ് മെൻഡിങ് വോൾ. The poem tells about the relationship of two neighbors. 2 അയൽവാസികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കവിത പറയുന്നുണ്ട്. The central theme of the poem is that nature doesn't like separation. പ്രകൃതിക്ക് വേർപിരിയൽ ഇഷ്ടമില്ല എന്നതാണ് ഈ ഒരു കവിതയുടെ പ്രധാനപ്പെട്ട ആശയം. ബട്ട് ഫോർ എ ഹെൽത്തി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 neighbors, walls are necessary between 2 neighbors. എന്നാൽ 2 അയൽവാസികൾക്കിടയിൽ നല്ല ഒരു ബന്ധത്തിന് വേണ്ടി, ആരോഗ്യപരമായിട്ടുള്ള ഒരു ബന്ധത്തിന് അവർക്കിടയിൽ ഒരു മതിൽ അത്യാവശ്യമാണ് എന്നും കവിത പറയുന്നുണ്ട്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകൾ അതല്ലെങ്കിൽ നല്ല വേലികൾ നല്ല അയൽവാസികളെ ഉണ്ടാക്കുന്നു. There are 2 characters in this poem. ഈ ഒരു കവിതയിൽ 2 കഥാപാത്രങ്ങളാണ് ഉള്ളത്. The poet and his neighbor. കവിയും അദ്ദേഹത്തിൻ്റെ അയൽവാസിയും. ഇവർ 2 പേരുമാണ് ഈ ഒരു കവിതയിലെ 2 കഥാപാത്രങ്ങൾ. And there is a stone wall between their property. ഈ 2 അയൽവാസികളുടെയും സ്ഥലത്തിനിടയിൽ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മതിലുണ്ട്. And the wall is broken without any reason. ഒരു കാരണവുമില്ലാതെ മതിൽ പൊളിയുന്നു. അതായത് ഇൻ എവറി സ്പ്രിംഗ് സീസൺ ദ പോയറ്റ് ഫൈൻഡ്സ് ദ വാൾ ഈസ് ബ്രോക്കൺ. എല്ലാ വസന്തകാലത്തിലും ആ ഒരു മതിൽ തകർന്നതായി കവി കാണുന്നു. ആൻഡ് നോ വൺ നോസ് ഹു ഈസ് ബ്രേക്കിംഗ് ദ വാൾ. ആർക്കും അറിയില്ല ആരാണ് ആ ഒരു മതിലിനെ പൊളിക്കുന്നത് എന്നത്. ദെൻ ദ പോയറ്റ് ഇൻഫോംസ് ഹിസ് നെയ്ബർ അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ദ വാൾ. അങ്ങനെ കവി അദ്ദേഹത്തിൻ്റെ അയൽവാസിയെ ഈ ഒരു മതിലിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയിക്കുകയാണ്. അതായത് മതിൽ പൊളിഞ്ഞതായിട്ട് കവി അദ്ദേഹത്തിൻ്റെ അയൽവാസിയെ അറിയിക്കുകയാണ്. ആൻഡ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ റിപ്പയർ ദ സ്റ്റോൺ വാൾ. അങ്ങനെ ഒരു ദിവസം കവിയും അദ്ദേഹത്തിൻ്റെ അയൽവാസിയും കൂടെ തകർന്ന ആ ഒരു മതിൽ റിപ്പയർ ചെയ്യുകയാണ്, നന്നാക്കുകയാണ്. വൈൽ റിപ്പയറിംഗ് ദ വാൾ ദ പോയറ്റ് ഡൗട്ട്സ് ദ നീഡ് ഓഫ് ദ വാൾ ബിറ്റ്വീൻ ദെയർ പ്രോപ്പർട്ടി. അങ്ങനെ ആ ഒരു മതിൽ റിപ്പയർ ചെയ്യുന്നതിനിടയിൽ കവി അവിടെയുള്ള ആ ഒരു അവർ നന്നാക്കുന്ന ആ ഒരു മതിലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംശയിക്കുകയാണ്. According to him, they don't need a wall because they have no cattles. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, അതായത് കവിയുടെ അഭിപ്രായത്തിൽ അവിടെ ഒരു മതിലിൻ്റെ ആവശ്യമില്ല, കാരണം അവിടെ കന്നുകാലികളൊന്നുമില്ല. He says they have only apple trees and pine trees and they never cross the land. കവി പറയുന്നത് അവിടെ ആകെയുള്ളത് ആപ്പിൾ മരങ്ങളും അതുപോലെ തന്നെ പൈൻ മരങ്ങളുമാണ്, അവ ഒരിക്കലും ക്രോസ് ചെയ്യില്ല എന്നും കവി പറയുന്നു. അതായത് കവിയുടെ ഭൂമിയിലുള്ള ആപ്പിൾ മരങ്ങൾ അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെ ഭൂമിയിലേക്കോ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെ പൈൻ മരങ്ങൾ കവിയുടെ സ്ഥലത്തേക്കോ വരില്ല എന്ന് കവി പറയുന്നു. സോ ഹി സേസ് ദർ ഈസ് നോ വാൾ ബിറ്റ്വീൻ ദെയർ പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ കവി പറയുകയാണ് അവരുടെ പ്രോപ്പർട്ടിക്കിടയിൽ, അതായത് അവരുടെ സ്ഥലത്തിനിടയിൽ ഒരു മതിലിൻ്റെ ആവശ്യമില്ല എന്നാണ് കവി പറയുന്നത്. ബട്ട് ദ നെയ്ബർ ഈസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് പോയറ്റ്സ് ഒപ്പീനിയൻ. എന്നാൽ കവിയുടെ അഭിപ്രായം അംഗീകരിക്കാനോ അത് സ്വീകരിക്കാനോ അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ തയ്യാറല്ല. ഹി ഹാസ് എ ഫേം ബിലീഫ് ദാറ്റ് ദർ മസ്റ്റ് ബി എ വാൾ. അവിടെ ഒരു മതിൽ ഉണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസം. അതായത് കവിയുടെ അയൽവാസിയുടെ അഭിപ്രായത്തിൽ അവിടെ ഒരു മതിൽ നിർബന്ധമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു മെയിൻറ്റെയിൻ ദെയർ റിലേഷൻഷിപ്പ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആ അയൽവാസികൾ തമ്മിലുള്ള നല്ല ബന്ധത്തെ നിലനിർത്താൻ ആ ഒരു മതിൽ അവിടെ അത്യാവശ്യമാണ്. ഹി ഓൾവേസ് സേയ്സ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അദ്ദേഹം എപ്പോഴും പറയുന്നത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നല്ല മതിലുകൾ നല്ല അയൽവാസികളെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്.
അതായത് കവിയുടെ അയൽവാസി പറയുന്നത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നല്ല മതിലുകൾ നല്ല അയൽവാസികളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഇൻ ഹിസ് ഒപ്പീനിയൻ ദർ ഷുഡ് ബി എ വാൾ, അതായത് കവിയുടെ അയൽവാസിയുടെ അഭിപ്രായത്തിൽ അവിടെ ഒരു മതിൽ നിർബന്ധമാണ്. ആക്ച്വലി ദ ഐഡിയാസ് ഓഫ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ ആർ ഡിഫറെൻറ്റ്. യഥാർത്ഥത്തിൽ കവിയുടെയും അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ദ പോയറ്റ് ആർഗ്യൂസ് ദാറ്റ് ദർ ഈസ് നോ നീഡ് ഓഫ് എ വാൾ ദെയർ, അവിടെ ഒരു മതിലിൻ്റെ ആവശ്യമില്ല എന്നാണ് കവി വാദിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ദ നെയ്ബർ ആർഗ്യൂസ് ദർ ഷുഡ് ബി എ വാൾ, അയൽവാസി വാദിക്കുന്നത് അവിടെ ഒരു മതിൽ വേണം എന്നുള്ളതാണ്. ഹി സേസ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, അയൽവാസി പറയുന്നത് നല്ല മതിലുകൾ നല്ല അയൽവാസികളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് മെൻറ്റിംഗ് വാൾ എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. Amigo brothers. Amigo is a Spanish word which means friend. അമീഗോ എന്നത് ഒരു സ്പാനിഷ് വേർഡാണ്. അതിൻ്റെ അർത്ഥം ഫ്രണ്ട്, സുഹൃത്ത് എന്ന മീനിങ് ആണ്. അമീഗോ ബ്രദേഴ്സ് ഇസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ പിരി തോമസ്. പിരി തോമസ് എഴുതിയ ഒരു ചെറു കഥയാണ് അമീഗോ ബ്രദേഴ്സ്. ദ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. യഥാർത്ഥ സൗഹൃദമാണ് ഈ ഒരു കഥയുടെ ആശയം. അമീഗോ ബ്രദേഴ്സ് ഇസ് എ സ്റ്റോറി ഓഫ് ടു യങ് ഫ്രണ്ട്സ്. രണ്ട് യുവ സുഹൃത്തുക്കളുടെ കഥയാണ് അമീഗോ ബ്രദേഴ്സ്. ആ രണ്ട് സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് ഉഗാസ്. അന്റോണിയോ ക്രൂസും ഫെലിക്സ് ഉഗാസുമാണ് ആ രണ്ട് സുഹൃത്തുക്കൾ. ദേ വെർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. അവർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ആൻഡ് ദേ വെർ ലൈക്ക് ബ്രദേഴ്സ്. അവർ രണ്ടുപേരും സഹോദരങ്ങളെപ്പോലെയായിരുന്നു. ആക്ച്വലി ദേ വെർ നോട്ട് ബ്രദേഴ്സ് ബട്ട് ദേ വെർ ലൈക്ക് ബ്രദേഴ്സ്. യഥാർത്ഥത്തിൽ അവർ സഹോദരങ്ങളല്ല എങ്കിലും അവർ സഹോദരങ്ങളെപ്പോലെയായിരുന്നു. ദേ വെർ ഓൾവേസ് ടുഗെദർ. അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ബോത്ത് വെർ 17 years old. അവർ രണ്ടുപേർക്കും അന്റോണിയോ ക്രൂസിനും ഫെലിക്സ് ഉഗാസിനും 17 വയസ്സായിരുന്നു. ദേ ഹാഡ് നോൺ ഈച്ച് അതർ സിൻസ് ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതലേ അവർക്ക് പരസ്പരം അറിയാമായിരുന്നു. ദേ ലിവ്ഡ് ഇൻ ദ സെയിം ബിൽഡിംഗ്. അവർ രണ്ടുപേരും ഒരേ കെട്ടിടത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ബോത്ത് അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് ഉഗാസ് ഹാഡ് ദ സെയിം ഡ്രീം. ഇവർ രണ്ടുപേർക്കും, അതായത് അന്റോണിയോ ക്രൂസിനും ഫെലിക്സ് ഉഗാസിനും ഒരേ സ്വപ്നമായിരുന്നു, ഒരേ ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. ദെയർ ഡ്രീം വാസ് ടു ബിക്കം ദ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. ലോക ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആകുക, അതായത് ലോകത്തിലെ ബോക്സിംഗ് ചാമ്പ്യൻ ആകുക എന്നുള്ളതായിരുന്നു അവർ രണ്ടുപേരുടെയും സ്വപ്നം. ടു അച്ചീവ് ദെയർ ഡ്രീം ദേ പ്രാക്ടീസ്ഡ് വെൽ. അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രണ്ടുപേരും നന്നായിട്ട് പരിശീലിച്ചിരുന്നു. They woke up early in the morning and practiced together, sometimes at the boys' club and sometimes at the gym. അവർ അതിരാവിലെ തന്നെ ഉണരുകയും ഒരുമിച്ച് പരിശീലിക്കുകയും ചെയ്തിരുന്നു. ചില സമയങ്ങളിൽ ബോയ്സ് ക്ലബ്ബിൽ വെച്ചും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ജിമ്മിലുമായിരുന്നു അവർ പ്രാക്ടീസ് ചെയ്തിരുന്നത്. They had a collection of fight magazines. ഫൈറ്റ് മാസികകളുടെ ഒരു ശേഖരം തന്നെ അവർക്കുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും വിശദീകരിച്ചിട്ടുള്ളത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് ഉഗാസും തമ്മിലുള്ള സാമ്യങ്ങളാണ്. ഇനി നമുക്ക് അവർ തമ്മിലുള്ള, അതായത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് ഉഗാസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിചയപ്പെടാം. ഫിസിക്കലി ദേ വെർ ഡിഫറൻറ്റ്. ശാരീരികമായിട്ട് അവർ വളരെ വ്യത്യസ്തരായിരുന്നു. അതായത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് ഉഗാസും ശാരീരികമായിട്ട് വളരെ വ്യത്യസ്തരായിരുന്നു. അവർ തമ്മിലുള്ള ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ നോക്കാം. അന്റോണിയോ ക്രൂസ്, ഹി വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി. അന്റോണിയോ സുന്ദരനും, അതായത് വെളുത്തവനും മെലിഞ്ഞവനും അതേസമയം തന്നെ ഉയരമുള്ളവനുമായിരുന്നു. ഹിസ് ഹെയർ വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. അവൻ്റെ തലമുടി കണ്ണിന് മുകളിലൂടെ തൂങ്ങി നിൽക്കുന്ന രൂപത്തിലായിരുന്നു. അതായത് അന്റോണിയോ ക്രൂസ് വെളുത്തവനും സുന്ദരനും മെലിഞ്ഞവനും അതേസമയം തന്നെ നീളമുള്ളവനുമായിരുന്നു. അവൻ്റെ തലമുടി കണ്ണിന് മുകളിലൂടെ തൂങ്ങി നിൽക്കുന്ന രൂപത്തിലായിരുന്നു. ദെൻ ഫെലിക്സ് ഉഗാസ്, ഹി വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. ഫെലിക്സ് ഉഗാസ് ഇരുണ്ട നിറമുള്ളവനും ഉയരം കുറഞ്ഞവനും അതേസമയം തന്നെ തടിയുള്ളവനുമായിരുന്നു. ഹിസ് ഹെയർ വാസ് ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. അവൻ്റെ തലമുടി ഒരു ആഫ്രിക്കൻ ശൈലിയിലായിരുന്നു. അതായത് ഫെലിക്സ് ഉഗാസ് ഇരുണ്ട നിറമുള്ളവനും ഉയരം കുറഞ്ഞവനും അതേസമയം തന്നെ തടിച്ചവനുമായിരുന്നു. ദെൻ അവൻ്റെ തലമുടി ഒരു ആഫ്രിക്കൻ ശൈലിയിലായിരുന്നു, അതായത് ഒരു ആഫ്രിക്കൻ സ്റ്റൈലിലായിരുന്നു ഫെലിക്സ് ഉഗാസിൻ്റെ തലമുടി. ഓക്കെ, ഇത്രയും ഡിഫറൻസുകളാണ്, ഇത്രയും വ്യത്യാസങ്ങളാണ് അന്റോണിയോ ക്രൂസും ഫെലിക്സ് ഉഗാസും തമ്മിലുണ്ടായിരുന്നത്.
ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതുവരെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും തമ്മിലുള്ള സിമിലാരിറ്റീസ്, ചില സാമ്യങ്ങളും ഡിഫറൻസസ്, ചില വ്യത്യാസങ്ങളുമാണ് ഇതുവരെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കഥയുടെ സമ്മറി മനസ്സിലാക്കാം. ബോത്ത് അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വുഗാസ് റീച്ച്ഡ് ഇൻ ദ ഫൈനൽ മാച്ച് ഓഫ് എ ബോക്സിംഗ് കോൺടെസ്റ്റ്. ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, ഒരു ബോക്സിംഗ് മത്സരത്തിലെ ഫൈനലിൽ എത്തുകയാണ്. The winner of this boxing contest would get a chance to represent in the Golden Gloves Championship tournament. ഈ ഒരു ബോക്സിംഗ് മത്സരത്തിലെ ഫൈനലിലെ വിജയിക്ക് മറ്റൊരു ബോക്സിംഗ് ടൂർണമെൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു. ബട്ട് ദേ ഹാവ് ടു ഫൈറ്റ് ഈച്ച് അതർ ഇൻ ദ ഫൈനൽ മാച്ച് ടു വിൻ ഇൻ ദ കോമ്പറ്റീഷൻ. എന്നാൽ ഈ ഒരു ബോക്സിംഗ് മത്സരത്തിലെ ഫൈനലിൽ വിജയിക്കാൻ ഇവർ രണ്ടുപേർക്കും, അതായത് അന്റോണിയോ ക്രൂസിനും ഫെലിക്സ് വുഗാസിനും പരസ്പരം പോരാടേണ്ടതുണ്ട്. അതായത് ഒരു ബോക്സിംഗ് മത്സരത്തിൽ സുഹൃത്തുക്കളായിട്ടുള്ള അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും ആ ഒരു മത്സരത്തിലെ ഫൈനലിൽ എത്തുകയാണ്. ഈ ഒരു മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു ടൂർണമെൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു ബോക്സിംഗ് മത്സരത്തിൽ വിജയിക്കാനും അതുപോലെ തന്നെ മറ്റൊരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയിട്ടും ഇവർ പരസ്പരം പോരടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ ദേ കുഡ്ന്റ് സ്ലീപ്പ് അറ്റ് നൈറ്റ് ബിക്കോസ് ഓഫ് ദ തോട്ട്സ് അബൌട്ട് ദ ഫൈനൽ കോൺടെസ്റ്റ്. നമുക്കറിയാം, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈനൽ മത്സരത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ അവർക്ക് രണ്ടുപേർക്കും രാത്രി ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. സോ ദേ ഡിസൈഡഡ് നോട്ട് ടു മീറ്റ് ടിൽ ദ ഡേ ഓഫ് ദെയർ കോമ്പറ്റീഷൻ. അങ്ങനെ അവർ തങ്ങളുടെ ആ ഒരു ഫൈനൽ മത്സരം ദിവസം വരെ പരസ്പരം കാണേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു. ഫെലിക്സ് വെന്റ് ടു ഹിസ് ആൻഡ് ലൂസീസ് ഹൗസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് തോട്ട്സ് അബൌട്ട് ഹിസ് ഫ്രണ്ട് അന്റോണിയോ. അങ്ങനെ തൻ്റെ സുഹൃത്തായിട്ടുള്ള അന്റോണിയെ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും, അതായത് ആ ഒരു ഫൈനൽ മത്സരം വരെ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും, അവനെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഫെലിക്സ് തൻ്റെ ആൻറ്റി ലൂസിയുടെ വീട്ടിൽ പോവുകയാണ്. വൈൽ അന്റോണിയോ ലിവ്ഡ് ഇൻ ദ സെയിം ബിൽഡിംഗ്. അതേസമയം തന്നെ അന്റോണിയോ അവർ സാധാരണ താമസിക്കാറുള്ള ആ ഒരു കെട്ടിടത്തിൽ താമസിക്കുകയും ചെയ്തു. ദെൻ ദ ഡേ ബിഫോർ ദ ഫൈനൽ മാച്ച് ദ ടു ഫ്രണ്ട്സ് ട്രൈഡ് നോട്ട് ടു റിമെമ്പർ ദ അതേഴ്സ് ഫേസ് ഫ്രം ദെയർ മൈൻഡ്സ്. അങ്ങനെ ആ ഒരു മത്സരത്തിൻ്റെ തലേ ദിവസം ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, തങ്ങളുടെ മനസ്സിൽ നിന്ന് മറ്റൊരാളുടെ മുഖം, അതായത് അന്റോണിയോ ക്രൂസ് ഫെലിക്സ് വുഗാസിനെയും ഫെലിക്സ് വുഗാസ് അന്റോണിയോ ക്രൂസിനെയും ഓർമ്മിക്കാതിരിക്കാൻ ശ്രമിച്ചു. Then they thought about the punches not to hurt other one. മറ്റുള്ളവനെ വേദനിപ്പിക്കാതെയുള്ള ഇടികളെക്കുറിച്ചായിരുന്നു അവരുടെ ചിന്തകൾ. And both Antonio Cruz and Felix Vugas prayed for victory early and quickly without hurting another one. മറ്റവനെ വേദനിപ്പിക്കാതെയുള്ള നേരത്തെയും പെട്ടെന്നുമുള്ള ഒരു വിജയത്തിനായിട്ട് ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും പ്രാർത്ഥിക്കുകയും ചെയ്തു. Then on the day of their contest both reached on the boxing ring and began to fight. അങ്ങനെ അവരുടെ മത്സരത്തിൻ്റെ ആ ഒരു ദിവസം ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും ബോക്സിംഗ് റിങ്ങിൽ എത്തുകയും പോരാടാൻ തുടങ്ങുകയും ചെയ്തു. ഈച്ച് വാസ് ട്രൈങ് ടു വിൻ ക്വിക്ലി. ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, പെട്ടെന്നുള്ള വിജയത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. And at the time of their fight both the friends fought very strongly and no one could win in the first 2 rounds. അങ്ങനെ അവരുടെ മത്സര സമയത്ത് ഇവർ രണ്ടു സുഹൃത്തുക്കളും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, വളരെ ശക്തമായിട്ട് തന്നെ പോരാടുകയാണ്. ആദ്യ 2 റൗണ്ടുകളിലും ആർക്കും വിജയിക്കാൻ സാധിച്ചില്ല. ആൻഡ് there were 3 rounds in the match. ആ ഒരു മത്സരത്തിൽ ആകെ 3 റൗണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. In the first 2 rounds ഫെലിക്സ് began the attack. മത്സരത്തിലെ ആദ്യ 2 റൗണ്ടുകളിലും ഫെലിക്സ് ആയിരുന്നു അവരുടെ ആക്രമണം തുടങ്ങിയത്. In the last round, Antonio started the attack. എന്നാൽ മത്സരത്തിൻ്റെ അവസാന റൗണ്ടിൽ അന്റോണിയോ ആയിരുന്നു അവൻ്റെ ആക്രമണം തുടങ്ങിയത്. അതായത് ഈ ഒരു 3 റൗണ്ടുകളിൽ ആദ്യ 2 റൗണ്ടിൽ ഫെലിക്സ് ആയിരുന്നു മത്സരം തുടങ്ങിയത്. അതേസമയം തന്നെ 3-ാം റൗണ്ടിൽ മത്സരം തുടങ്ങിയത് അന്റോണിയോയുമായിരുന്നു. It was the toughest fight in the 3 rounds. 3 റൗണ്ടുകളിലും, മത്സരത്തിൻ്റെ 3 റൗണ്ടുകളിലും ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും കടുപ്പമേറിയ പോരാട്ടമായിരുന്നു. The audience was frightened because of the power of their punches and fight. അവരുടെ പോരാട്ടത്തിൻ്റെയും അവരുടെ പഞ്ചുകളുടെയും ശക്തി കാരണം ആ ഒരു മത്സരം കാണാൻ വന്നിരുന്ന ഓഡിയൻസ് എല്ലാവരും ഭയപ്പെട്ടിരുന്നു. ബട്ട് ആഫ്റ്റർ ദ ഫൈനൽ റൗണ്ട്, ബിഫോർ അനൗൺസിങ് ദ വിന്നർ, ബോത്ത് ഓഫ് ദം ഹാവ് ലെഫ്റ്റ് ദ റിംഗ്.
എന്നാൽ അതായത് അവരുടെ ബോക്സിംഗ് മത്സരം വളരെ കടുപ്പമേറിയതായിരുന്നു എങ്കിലും മൂന്നാം റൗണ്ടിന് ശേഷം അതായത് ഫൈനൽ റൗണ്ടിന് ശേഷം വിജയിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഇവർ രണ്ടുപേരും അന്റോണിയോ ക്രൂസും ഫെലിക്സ് വികാസും ഇവർ രണ്ടുപേരും ആ ഒരു ബോക്സിംഗ് റിംഗ് വിട്ടു പോയിരുന്നു. അതായത് when the announcer was ready to announce the winner, he found he was alone on the ring. The fighters have already left the ring together. അതായത് മത്സരശേഷം വിജയിയെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് അനൗൺസർ റിങ്ങിൽ തയ്യാറായ സമയത്ത് അദ്ദേഹം ആ ഒരു റിങ്ങിൽ തനിച്ചായിരുന്നു. അതായത് ഇവർ രണ്ടുപേരും അന്റോണിയോ ക്രൂസും ഫെലിക്സ് വികാസും ആ ഒരു പോരാളികൾ ഇതിനകം തന്നെ ആ ഒരു റിങ് വിട്ടുപോയിരുന്നു. ഇറ്റ് ഷോസ് ബോത്ത് ഓഫ് ദം ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദെയർ ഫ്രണ്ട്ഷിപ്പ്. ഇത് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വികാസും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരുടെ സൗഹൃദത്തിനാണ് എന്നതാണ്. അതായത് ദേ ഡോണ്ട് വാണ്ട് ടു ബീറ്റ് അനദർ വൺ. പരസ്പരം തോൽപ്പിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ദേ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദെയർ ഫ്രണ്ട്ഷിപ്പ് ദാൻ എനി വിക്ടറി. ഏതൊരു വിജയത്തെക്കാൾ അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരുടെ സൗഹൃദത്തിനായിരുന്നു. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് അമീഗോ ബ്രദേഴ്സ് എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ ദ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയമായിട്ട് വരുന്നത് യഥാർത്ഥ സൗഹൃദമാണ്. ഇനി നമുക്ക് രണ്ടാം യൂണിറ്റിലെ മൂന്നാം ചാപ്റ്ററായ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന നാടകത്തിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ദ അവർ ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ മണിക്കൂർ. The Hour of Truth is a one-act play written by Percival Wilde. Percival Wilde എഴുതിയിട്ടുള്ള ഒരു നാടകമാണ് The Hour of Truth. The characters in this play are Robert Baldwin, Martha, John, Evie, Mr. Marshall and a maid. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളാണ് റോബർട്ട് ബോൾഡ്വിൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മാർത്ത, ദെൻ അദ്ദേഹത്തിൻ്റെ മകനായ ജോൺ, അദ്ദേഹത്തിൻ്റെ മകളായ ഇവി, ദെൻ മിസ്റ്റർ മാർഷൽ ആൻഡ് എ മെയ്ഡ്, അതായത് ഒരു ഫീമെയിൽ സെർവൻറ്റ്, ഒരു വീട്ടുജോലിക്കാരി. ഇത്രയും ആളുകളാണ് ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങൾ. റോബർട്ട് ബോൾഡ്വിൻ ഈസ് എ ഹീറോ ഇൻ ദിസ് പ്ലേ. ഈ ഒരു നാടകത്തിലെ നായകനാണ് റോബർട്ട് ബോൾഡ്വിൻ. ഹി ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ. അദ്ദേഹമാണ് ഈ ഒരു നാടകത്തിലെ കേന്ദ്ര കഥാപാത്രം. ഹി ഈസ് എൻ ഓണസ്റ്റ് മാൻ. അദ്ദേഹം സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ദ പ്ലേ ടെൽസ് ഹൗ ബോൾഡ്വിൻ സ്ട്രഗിൾസ് ടു കീപ് ഹിസ് ട്രൂത്ത്ഫുൾ വേസ് ഓഫ് ലൈഫ്. ബോൾഡ്വിൻ തൻ്റെ സത്യസന്ധമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ഈ ഒരു നാടകം നമ്മോട് പറയുന്നുണ്ട്. ഹി ഓൾസോ പ്രൂവ്സ് ദാറ്റ് ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദ എൻഡ്. അവസാനം സത്യം വിജയിക്കുമെന്നും അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു നാടകത്തിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ദ പ്ലേ ടേക്സ് പ്ലേസ് അറ്റ് ബോൾഡ്വിൻസ് ഹൗസ്. റോബർട്ട് ബോൾഡ്വിൻ്റെ വീട്ടിലാണ് ഈ ഒരു നാടകം നടക്കുന്നത്. റോബർട്ട് ബോൾഡ്വിൻ ലിവ്സ് ഇൻ എ ലിറ്റിൽ കോട്ടേജ് വിത്ത് ഹിസ് ഫാമിലി. റോബർട്ട് ബോൾഡ്വിൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ചെറിയ കുടിലിലാണ് താമസിക്കുന്നത്. ഹിസ് ഫാമിലി ഇൻക്ലൂഡ്സ് ഹിസ് വൈഫ് മാർത്ത, ഹിസ് സൺ ജോൺ ആൻഡ് ഹിസ് ഡോട്ടർ ഇവി. ഈ ഒരു നാടകത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാർത്ത, അദ്ദേഹത്തിൻ്റെ മകൻ ജോൺ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള എവി എന്നിവരാണ് റോബർട്ട് ബോൾഡ്വിൻ്റെ കുടുംബാംഗങ്ങൾ. ബോൾഡ്വിൻ വർക്ക്സ് ഇൻ എ ബാങ്ക് ആസ് എ സെക്രട്ടറി. റോബർട്ട് ബോൾഡ്വിൻ ഒരു ബാങ്കിൽ ഒരു സെക്രട്ടറി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ദ ഓണർ ഓഫ് ദ ബാങ്ക് ഈസ് ഹിസ് ഫ്രണ്ട് ഗ്രേഷാം. ആ ഒരു ബാങ്കിൻ്റെ ഉടമസ്ഥൻ റോബർട്ട് ബോൾഡ്വിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഗ്രേഷമാണ്. ദേ വേർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. അവർ രണ്ടുപേരും, അതായത് റോബർട്ട് ബോൾഡ്വിനും ഗ്രേഷമും കുട്ടിക്കാലത്തെയുള്ള സുഹൃത്തുക്കളായിരുന്നു. റോബർട്ട് ബോൾഡ്വിൻ ഗെറ്റ്സ് ഓൺലി $60 എ വീക്ക്. റോബർട്ട് ബോൾഡ്വിൻ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന്, അതായത് ബാങ്കിലെ സെക്രട്ടറി എന്ന ആ ഒരു ജോലിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആഴ്ചയിൽ $60. വിത്ത് ദിസ് ലിമിറ്റഡ് ഇൻകം ഹി ലിവ്സ് ഹാപ്പിലി. ഈ ഒരു പരിമിതമായ വരുമാനം കൊണ്ട് തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ജീവിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ ബാങ്ക് ഈസ് ക്ലോസ്ഡ്. എന്നാൽ നിർഭാഗ്യവശാൽ റോബർട്ട് ബോൾഡ്വിൻ ജോലി ചെയ്യുന്ന ആ ഒരു ബാങ്ക് ക്ലോസ് ചെയ്യുന്നു, അടക്കപ്പെടുന്നു. ബിക്കോസ് ഗ്രേഷം ഹാഡ് മിസ്യൂസ്ഡ് ദ ഡെപ്പോസിറ്റേഴ്സ് മണി ആൻഡ് ഹി വാസ് അറസ്റ്റഡ്. ഈ ഒരു ബാങ്ക് ക്ലോസ് അടക്കാനുള്ള കാരണം എന്താണ്? ഈ ഒരു ബാങ്കിലെ ഓണറായിരുന്ന ഗ്രേഷം ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണം മിസ്യൂസ് ചെയ്യുകയും, അതായത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണം ദുരുപയോഗം ചെയ്യുകയും അത് കാരണമായിട്ട് പോലീസ് ഗ്രേഷത്തിന് അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ബാങ്ക് ക്ലോസ് ചെയ്യുന്നത്. ആൻഡ് റോബർട്ട് ബോൾഡ്വിൻ ലൂസസ് ഹിസ് ജോബ്. ആ ഒരു ബാങ്ക് ക്ലോസ് ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു ബാങ്കിലെ സെക്രട്ടറി ആയിരുന്ന റോബർട്ട് ബോൾഡ്വിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു. ആൻഡ് റോബർട്ട് ബോൾഡ്വിൻ വാസ് ദ ഓൺലി വിറ്റ്നസ് ഇൻ ദ ക്രൈം ഡൺ ബൈ ഗ്രേഷം.
ഗ്രേഷം ചെയ്ത ആ ഒരു നിയമലംഘനത്തിനെതിരെയുള്ള ഏക സാക്ഷി റോബർട്ട് ബാൾവിനായിരുന്നു. അതായത് ഗ്രേഷം ചെയ്ത ആ ഒരു കുറ്റം, ആ ഒരു ക്രൈം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് ഗ്രേഷത്തിൻ്റെ ബാങ്കിലെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണം അദ്ദേഹം മിസ്യൂസ് ചെയ്യുകയുണ്ടായി. അതായിരുന്നു അദ്ദേഹം ചെയ്ത തെറ്റ്. ദെൻ ഈ ഒരു തെറ്റിന് ഏക സാക്ഷി ഗ്രേഷത്തിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ആ ഒരു ബാങ്കിലെ സെക്രട്ടറിയുമായിട്ടുള്ള റോബർട്ട് ബാൾവിനായിരുന്നു. ഗ്രേഷം ചെയ്ത ആ ഒരു തെറ്റിൻ്റെ, ആ ഒരു കുറ്റത്തിൻ്റെ ഏക സാക്ഷി. Then, if Robert Baldwin tells the truth in the court while questioning him, Gresham has to go to jail. റോബർട്ട് ബാൾഡ്വിനോട് കോടതിയിൽ വെച്ച് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് റോബർട്ട് ബാൾഡ്വിൻ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഗ്രേഷത്തിന് ജയിലിൽ പോകേണ്ടി വരും. So, Gresham calls Baldwin and offers him a huge amount to save him from jail. അതുകൊണ്ട് തന്നെ ഗ്രേഷം റോബർട്ട് ബാൾഡ്വിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന്, അതായത് റോബർട്ട് ബാൾഡ്വിന് വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു വലിയ എമൗണ്ട് ഓഫർ ചെയ്യുന്നത്? ഗ്രേഷത്തിന് ജയിലിൽ നിന്ന് രക്ഷിക്കാൻ. ഗ്രേഷം ടെൽസ് ബാൾഡ്വിൻ ടു സേ ഐ ഡോണ്ട് റിമെമ്പർ വെൻ ദ കോർട്ട് ആസ്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. കോടതിയിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഐ ഡോണ്ട് റിമെമ്പർ, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാനാണ് ഗ്രേഷം റോബർട്ട് ബാൾഡ്വിനോട് പറയുന്നത്. കോടതിയിൽ ഈ ഒരു കാര്യം പറയാൻ, അതായത് ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറയാനും വേണ്ടിയാണ് ഗ്രേഷം റോബർട്ട് ബാൾഡ്വിന് വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്യുന്നത്. ഗ്രേഷം ഓഫേഴ്സ് ബാൾഡ്വിൻ $100,000 ടു സേവ് ഹിം ഫ്രം ജയിൽ. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടി ഗ്രേഷം റോബർട്ട് ബാൾഡ്വിന് ഓഫർ ചെയ്യുന്നത് $100,000, $100,000 ഗ്രേഷം റോബർട്ട് ബാൾഡ്വിന് ഓഫർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ഗ്രേഷം ഇത്രയും വലിയ എമൗണ്ട് ഓഫർ ചെയ്യുന്നത്? ഗ്രേഷത്തിനെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ. ബട്ട് ബാൾഡ്വിൻ ഡസൻ റിസീവ് ദ മണി. എന്നാൽ ആ ഒരു വലിയ എമൗണ്ട്, അതായത് ഗ്രേഷം ഓഫർ ചെയ്ത ആ ഒരു $100,000 എന്ന വലിയ എമൗണ്ട് റോബർട്ട് ബാൾഡ്വിൻ സ്വീകരിക്കുന്നില്ല. ഹി റിജക്ട്സ് ദ ബ്രൈബ് ഓഫേർഡ് ബൈ ഗ്രേഷം. ഗ്രേഷം ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു ബ്രൈബ്, അതായത് കൈക്കൂലി, റോബർട്ട് ബാൾഡ്വിൻ റിജക്റ്റ് ചെയ്യുന്നു, നിരസിക്കുന്നു. ദെൻ ഫസ്റ്റ് റോബർട്ട് ബാൾഡ്വിൻസ് ഫാമിലി സപ്പോർട്ട്സ് ഹിസ് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് സ്റ്റാൻഡ് വിത്ത് ബാൾഡ്വിൻ. ഈ ഒരു നാടകത്തിൻ്റെ തുടക്കത്തിൽ റോബർട്ട് ബാൾഡ്വിൻ്റെ ഫാമിലി, റോബർട്ട് ബാൾഡ്വിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ റോബർട്ട് ബാൾഡ്വിൻ്റെ സത്യസന്ധതയെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. But they changed their mind when they knew the bribe money offered by Gresham. എന്നാൽ ഗ്രേഷം ഓഫർ ചെയ്ത ആ ഒരു ബ്രൈബ് മണി, കൈക്കൂലി പണം കേട്ട സമയത്ത്, അതായത് $100,000 എന്ന ആ ഒരു വലിയ എമൗണ്ട് ഗ്രേഷം ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് റോബർട്ട് ബാൾഡ്വിൻ്റെ കുടുംബം അവരുടെ മനസ്സൊക്കെ മാറ്റുന്നുണ്ട്. Then Baldwin's family forces him to accept that bribe money and they support Gresham. അങ്ങനെ ആ ഒരു ബ്രൈബ് മണി, ആ ഒരു കൈക്കൂലി പണം കേട്ട സമയത്ത് റോബർട്ട് ബാൾഡ്വിൻ്റെ കുടുംബം, അതായത് മാർത്ത, എവി, ജോൺ എന്നിവരായിട്ടുള്ള റോബർട്ട് ബാൾഡ്വിൻ്റെ കുടുംബം എല്ലാവരും റോബർട്ട് ബാൾഡ്വിനോട് ആ ഒരു ബ്രൈബ് മണി, കൈക്കൂലി പണം സ്വീകരിക്കാൻ വേണ്ടി അവർ നിർബന്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഗ്രേഷത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബട്ട് റോബർട്ട് ബാൾഡ്വിൻ വാസ് നോട്ട് റെഡി ടു ചേഞ്ച് ഹിസ് മൈൻഡ്. എന്നാൽ റോബർട്ട് ബാൾഡ്വിൻ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള ആ ഒരു മനസ്സ് മാറ്റാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ബിക്കോസ് റോബർട്ട് ബാൾഡ്വിൻ ഈസ് ഓണസ്റ്റ് ആൻഡ് സ്റ്റുഡ് ഫോർ ജസ്റ്റിസ്. അദ്ദേഹം സത്യസന്ധനായിരുന്നു, ജസ്റ്റിസിൻ്റെ കൂടെ, ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളായിരുന്നു റോബർട്ട് ബാൾഡ്വിൻ. ഹി വാസ് നോട്ട് റെഡി ടു ടെൽ ലൈ ഇൻ ദ കോർട്ട്. കോടതിയിൽ കളവ് പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ബിക്കോസ് ബാൾഡ്വിൻ വാസ് എൻ ഓണസ്റ്റ് മാൻ. കാരണം റോബർട്ട് ബാൾഡ്വിൻ സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. Then at the end of the play, Mr. Marshall, the president of the Third National Bank, comes to Baldwin's house. അങ്ങനെ ഈ ഒരു നാടകത്തിൻ്റെ അവസാനത്തിൽ തേർഡ് നാഷണൽ എന്ന ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മിസ്റ്റർ മാർഷൽ റോബർട്ട് ബാൾഡ്വിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ആൻഡ് മിസ്റ്റർ മാർഷൽ ഓഫേഴ്സ് ബാൾഡ്വിൻ എ ജോബ് ഇൻ തേർഡ് നാഷണൽ ബാങ്ക്. അങ്ങനെ റോബർട്ട് ബാൾഡ്വിന് തേർഡ് നാഷണൽ ബാങ്കിൽ മിസ്റ്റർ മാർഷൽ ഒരു ജോലി ഓഫർ ചെയ്യുന്നു. അതായത് ബാൾഡ്വിൻ റിസീവ്സ് എ ജോബ് ഓഫർ ഫ്രം മാർഷൽ ഇൻ തേർഡ് നാഷണൽ ബാങ്ക്. തേർഡ് നാഷണൽ എന്ന ആ ഒരു ബാങ്കിൽ റോബർട്ട് ബാൾഡ്വിന് ഒരു ജോലി മിസ്റ്റർ മാർഷൽ ഓഫർ ചെയ്യുന്നു. ഇറ്റ് വാസ് എ റിവാർഡ് ഫോർ ഹിസ് ഓണസ്റ്റി ആൻഡ് ട്രൂത്ത്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള ജീവിതത്തിനുള്ള ഒരു റിവാർഡ്, ഒരു പ്രതിഫലമായിരുന്നു ആ ഒരു ജോലി. ദ പ്ലേ പ്രൂവ്സ് ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദ എൻഡ്. സത്യം അവസാനം വിജയിക്കുമെന്ന് ഈ ഒരു നാടകം തെളിയിക്കുന്നുണ്ട്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന നാടകത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.